നമസ്കാരം. നമ്മൾ പ്രത്യേകിച്ചും മലയാളി അല്ലെ കേരളീയർ നവോത്ഥാനം എന്ന് പറഞ്ഞ് തുടങ്ങിയത് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണോ പിന്നെ പുറകോട്ട് പോകണം? അല്ല, കേരളത്തിന് തൽക്കാലം ഇപ്പം എൻ്റെ ഒരു അനുമാനത്തിലുള്ളത്, ഒരു കാലത്ത് കേരളത്തിൽ നവോത്ഥാന രംഗത്ത് എല്ലാത്തിനും കേരളം വളരെ മികച്ച രീതിയിലായിരുന്നു. ഈ നവോത്ഥാനം വരുന്നത് പലപ്പോഴും ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ പിന്നാക്കാവസ്ഥ വരുന്ന സമയത്താണ്. അങ്ങനെ വലിയൊരു പിന്നാക്കാവസ്ഥ കേരളത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലുണ്ടായിരുന്ന പിന്നാക്കാവസ്ഥ ഉണ്ടായ സമയത്താണ് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാവരും ആ കാലത്തുണ്ടായിട്ടുള്ളവരാണ്. കറുപ്പൻ മാസ്റ്റർ ആ സമയത്തുണ്ടായിട്ടുള്ളവരാണ്. അതിൽ നിന്ന് കേരളത്തിന് വലിയൊരു പുരോഗതി കേരളത്തിനുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അതിപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തൊക്കെ കേരളത്തിന് വലിയ മാറ്റം ഉണ്ടായിരുന്നു. ഈ സാമൂഹ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തൊക്കെ മാറ്റത്തെക്കുറിച്ചിട്ട് 1925 കേരളം സന്ദർശിച്ച മഹാത്മാഗാന്ധി അദ്ദേഹത്തോട് അവിടെയുള്ള KP കേശവനും KK എളപ്പനൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ കേരളത്തിലുള്ള ഒരു തിരുവിതാംകൂറുകാർ വളരെ പിന്നാക്കം നിൽക്കുന്നവരാണ്, അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും അവിടെ ഞങ്ങൾക്ക് നടപ്പിൽ വരുത്താൻ സാധ്യമല്ല. സമാനമായിട്ടുള്ള രീതിയിലാണ് ഇണ്ടന്തുരുത്തി മണ്ണിക്കൽ ദേവനീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പറയുന്നതും ഞങ്ങൾ പിന്നാക്കാവസ്ഥയിലാണ്. അത് തന്നെയാണ് വടക്കുംകൂർ മഹാരാജാവ് മഹാത്മജിയോട് പറഞ്ഞു. ആ സമയത്ത് മഹാത്മജിയുടെ അതിമനോഹരമായിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പിന്നാക്കമാണെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നത്. ഈ കേരളത്തിലെ വിദ്യാഭ്യാസ അന്ന് അദ്ദേഹം പറഞ്ഞത് മലബാർ എന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ ആ ഭാഷ ഇന്ന് കേരളം ഞാനത് പുതുക്കി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ആ പറയുന്ന മലബാറിലുള്ള 80% ആളുകൾക്ക് വിദ്യാഭ്യാസമുണ്ടെന്നുള്ളത്, സാക്ഷരതയുണ്ടെന്നുള്ളത് ലോക ചരിത്രത്തിൽ അത്ഭുതമാണെന്ന് പറഞ്ഞത് സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ്. 1925 മാർച്ച് മാസം 10 അദ്ദേഹത്തിൻ്റെ വൈക്കം യാത്രാവേളയിൽ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം അങ്ങനെ കേരളത്തിന് വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഈ പാരമ്പര്യത്തിന് വലിയ പങ്കുവഹിച്ചത് കേരളത്തിൻ്റെ സാംസ്കാരിക നായകന്മാരാണ്. അതിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ആള് ഒന്ന് ശ്രീനാരായണ ഗുരുവാണ്. വേറെ എല്ലാം മാറ്റിവെച്ചാൽ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ സവിശേഷതയുള്ളത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ഒന്നൊരു വ്യക്തിയെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച്, സമൂഹത്തെ സംബന്ധിച്ച് അനിവാര്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ആൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം, ദർശനമുണ്ടാവണം. അതാണ് അദ്ദേഹം ക്ഷേത്രത്തെ അതിനുവേണ്ടി കണ്ടു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഇവർക്ക് വിദ്യാഭ്യാസം വേണം, അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു. മൂന്നാമത് അദ്ദേഹം പറയുന്നു ഇവർക്ക് തൊഴിൽ ചെയ്യണം, തൊഴിൽശാലകൾ ഉണ്ടാവണം. ആ തൊഴിൽശാലകളുടെ സവിശേഷത പറഞ്ഞാലേ, ശ്രീനാരായണ ഗുരുദേവന്റെ കാലത്ത് ആലപ്പുഴ ജില്ലയിൽ മാത്രം 40,000 വരുന്ന കുടിൽ വ്യവസായങ്ങളാണ് കേരളത്തിലുണ്ടായിരുന്നത്. 40,000 കുടിൽ വ്യവസായങ്ങൾ. ഇന്നൊരൊറ്റെണ്ണം പോലും ഇന്ന് അവശേഷിക്കുന്നില്ല. ഇന്ന് പകരം കള്ളുഷാപ്പ വന്നത്. അപ്പൊ അങ്ങനെ ഗുരുദേവന്റെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ നെയ്ത്തു തൊഴിലാളികളും കയർ തൊഴിലാളികളും അടങ്ങുന്ന ആളുകൾ നിരവധി കുടിൽ വ്യവസായങ്ങൾ ആരംഭിച്ചു. ഈ വ്യവസായങ്ങൾ ഓരോന്നായിട്ട് നിർത്തി എന്നുള്ളതാണ് നമ്മുടെ സവിശേഷത. ഇതൊരു നമ്മുടെ കേരളത്തിന്റെ മാത്രം സവിശേഷതയാണ്. നാലാമതാണ് അദ്ദേഹം പറഞ്ഞത്, നാലാമതാണ് സംഘടനയെക്കുറിച്ച് പറയുന്നത്. SNDP യോഗത്തിന്റെ ആരംഭം കുറിക്കുന്നത്, ഗുരുദേവൻ കുറിക്കുന്ന 4ാമത്തെ കാര്യമായിട്ടാണ്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിനും വ്യവസായത്തിനും അതേപോലെ തന്നെ സാംസ്കാരികമായിരിക്കുന്ന ക്ഷേത്രസങ്കല്പങ്ങൾക്കും എല്ലാം പ്രാധാന്യം കൊടുത്ത ഗുരുദേവൻ 4ാമത് കാഴ്ചപ്പാടായിട്ടാണ് സംഘടന എടുക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഈ കലിയുഗത്തെക്കുറിച്ചൊരു കമന്റ് തന്നെ പറയുന്നുണ്ട്. അത് വായുപുരാണത്തിൽ പറയുന്നത് സംഘശക്തി കലയുഗി എന്നാണ് പറയുന്നത്. സംഘടനാശക്തിയാണ് കലിയുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് ഈ നവോത്ഥാന നായകന്മാരെ പലപ്പോഴും കേരളം മറന്നു. നമ്മുടെ പാഠപദ്ധതിയിൽ എനിക്ക് ഗുരുദേവനെ സംബന്ധിച്ച് ചെറുതായിട്ട് പറയുന്നുണ്ട്. അവിടെ കറുപ്പൻ മാഷിനെ കുറിച്ച് പറയുന്നത് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ 15ാമത്തെ വയസ്സിലാണ് എഴുതിയത് ജാതിക്കുമ്മി. 1912 ഇറങ്ങിയത്. ആ ജാതിക്കുമ്മി പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ ആരെങ്കിലും? അതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നുണ്ടോ? എന്ന് മാത്രമല്ല, പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബാലാകലേശ് എന്ന് പറയുന്ന നാടകത്തെ തള്ളിപ്പറഞ്ഞ കടുത്ത ജാതിവാദിയായിരിക്കുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കേരളം കണ്ട കടുത്ത ജാതിവാദിയാണ്, നായർ പക്ഷവാദിയാണ്. ഈ പറയുന്ന മനുഷ്യനാണ് ബാലാകലേശൻ നാടകം കറുപ്പൻ മാസ്റ്റർ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നുണ്ട്. 3 പേർക്കാണ് സമർപ്പിക്കുന്നത്. ഒന്ന് കൊച്ചി മഹാരാജാവിന്, രണ്ടാമത്തെ തിരുവിതാംകൂർ മഹാരാജാവിന്, മൂന്നാമത്തെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക്. ആ സമർപ്പിക്കുന്ന സമയത്ത് അതൊന്ന് വായിച്ചു നോക്കി ചിരിച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് കറുപ്പൻ മാസ്റ്റർ വീണ്ടും വിളിച്ച് അദ്ദേഹത്തിന്റെ നേർക്ക് ആ പുസ്തകം വലിച്ചെറിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഒരേ തരത്തിൽ തന്നെ ബുദ്ധി കൊണ്ട് കൃഷി ചെയ്യുന്നവനും പാടത്ത് കൃഷി ചെയ്യുന്നവനും ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കണമെന്ന് പറയുന്ന ഈ ബാലാ
ബാലാകലേശത്തിന്റെ സങ്കല്പത്തെ എനിക്ക് സ്വദേശിക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് സ്വദേശി അഭിമാൻ രാമകൃഷ്ണപിള്ളയാണ്. ആ രാമകൃഷ്ണപിള്ള നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കുന്ന ബി കല്യാണിക്കുട്ടിയമ്മ, അവരുടെ പുസ്തകമാണ് വ്യാഴവട്ട സ്മരണകൾ. അത് നമ്മൾ വളരെ നോൺ ഡീറ്റെയിൽ ഞാനടക്കം പഠിച്ചിട്ടുണ്ട്. അത് നമ്മളെ പഠിപ്പിക്കും. പക്ഷേ പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്ററുടെ ജാതി കുമ്മിയോ ഉദ്യാന വിരുന്നോ ബാലകലേശ നാടകമോ കേരളത്തെ പാഠപദ്ധതികളില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ നമ്മൾ അയ്യങ്കാളിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. അവിടെ നമ്മൾ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. അവിടെ നമ്മൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. ഈ ചട്ടമ്പി സ്വാമികളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരു കേവലം അദ്ദേഹം ഒരിക്കലും നായർപക്ഷവാദിയല്ല, വേദാധികാര നിരൂപണം എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം. വേദാധികാരത്തിന്റെ ജാതി നോക്കാതെ കണ്ട് എല്ലാവർക്കും അവകാശമുണ്ട് എന്ന് കൃത്യമായിട്ട് പുസ്തക രൂപത്തിൽ ഇറക്കിയിട്ടുള്ള ആള് മറ്റേ ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വേറെ പുസ്തകമുണ്ട്, ജീവകാരുണ്യ പ്രകാശിക എന്ന പുസ്തകത്തിന്റെ പേര്. എന്ന് വെച്ചാൽ ഈ സമൂഹത്തില് ഈ ലോകത്ത് ജീവിക്കുന്ന ഭക്ഷ്യലതാദികൾക്കും മറ്റു മൃഗങ്ങൾക്കും ഉറുമ്പടക്കുന്ന സംഗതികൾക്ക് അവർക്കെല്ലാം ഈ ജീവകാരുണ്യ പ്രകാശിയിലൂടെ അദ്ദേഹം പറയുന്നത് അവർക്കെല്ലാവർക്കും അതിൻ്റെതായുള്ള സ്ഥാനമുണ്ടെന്നാണ്. ഇതാണ് ഒരു ഭാരതീയമായിരിക്കുന്ന ദർശനം, അതാണ് ഒരു കാഴ്ചപ്പാടതാണ്. ഇതാണ് ഗുരുദേവന്റെ കാഴ്ചപ്പാട്, ഇതാണ് ചട്ടമ്പി സ്വാമികളുടെ കാഴ്ചപ്പാട്. ഇത് തന്നെയായിരുന്നു മന്നത്ത് പത്മനാഭൻ പറഞ്ഞത്. അതുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത് മഹാത്മാഗാന്ധി അവിടെ സന്ദർശിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഒരു സവർണ ജാഥയാണ് നടത്തുന്നത്. 500 പേരാണത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരേക്ക് യാത്ര ചെയ്തത്. 25,000 സവർണ ജാഥ 25,000 പേര് പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഭീമഹർജി കൊടുക്കുകയാണ് മഹാരാജാവിന്. ഇത് കൊടുക്കാൻ തന്റെ ഇണം കാണിക്കുന്ന ആരാ? മന്നത്ത് പത്മനാഭനാണ്. അതിന് കാരണം എന്താ? മന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമികളും ഗുരുദേവനും. അതിന് ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞാലേ, ഒരിക്കൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ടി.കെ. മാധവനും മന്നത്ത് പത്മനാഭനും കൂടിയിട്ട് ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ പേര് മന്നത്തിന്റെ പേര് പത്മനാഭ പിള്ള എന്നായിരുന്നു പേര്. ആ സമയത്ത് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, രണ്ടുപേരും രണ്ടു വശത്തായിരിക്കുന്നേ, അവര് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗുരുദേവൻ പറയുന്നുണ്ട്, പ്രസംഗമൊക്കെ രണ്ടുപേരെയും കൊള്ളാം, അത് പ്രവൃത്തിയിൽ കൂടി എത്തിക്കണം എന്ന് പറഞ്ഞ നിമിഷം തുടങ്ങിയിട്ട് സ്വന്തം പേരിലുള്ള ജാതി പേര് ഉപേക്ഷിച്ച ആളാണ് മന്നത്ത് പത്മനാഭപിള്ള. അദ്ദേഹം പിന്നെ മന്നത്ത് പത്മനാഭനാണ്. അപ്പം നമ്മൾ ഇത്തരം ഒരു ചരിത്രം കേരളത്തിലുണ്ട്. ഈ കേരളത്തിൻ്റെ മഹത്തായുള്ള ചരിത്രത്തെക്കുറിച്ച്, കേരള തനിമയെക്കുറിച്ച്, കേരളത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ച്, വിദ്യാഭ്യാസാദി കാര്യങ്ങളെ സംബന്ധിക്കുന്ന സാംസ്കാരിക തനിമയെ കുറിക്കുന്ന ഒരു പാഠപദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമാണ്. നമ്മുടെ വരുന്ന തലമുറ അത് പഠിക്കണം. ആരാണ് നമ്മുടെ നവോത്ഥാന നായകരാരാണ്, അവരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്, അവർ ഏത് തരത്തിലാണ് ഈ നാടിനെ നയിച്ചിട്ടുള്ളത്, അത് ജാതിയാണോ മതമാണോ അമ്പലത്തിൽ പോകുന്നവനാണോ പള്ളിയിൽ പോകുന്നവനാണോ, അവരല്ല നാടിൻ്റെ സംസ്കാരം നിശ്ചയിക്കേണ്ടത്. ഈ നാടിൻ്റെ സംസ്കാരം നിശ്ചയിക്കുന്ന ആളുകൾ ക്ഷേത്രത്തെ എതിർക്കേണ്ട ആവശ്യമില്ല, പള്ളിയെ എതിർക്കേണ്ട ആവശ്യമില്ല, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും ഒന്നിനെ എതിർക്കേണ്ട ആവശ്യമില്ല. എതിർക്കാത്ത എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയൊരു പാരമ്പര്യം, അതാണ് ഗുരുദേവൻ നമ്മുടെ മുമ്പിൽ വെച്ചത്, അതാണ് ചട്ടമ്പി സ്വാമികൾ നമ്മുടെ മുമ്പിൽ വെച്ചത്, അതാണ് അയ്യങ്കാളി മുന്നിൽ വെച്ചത്. ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ നവോത്ഥാനം ചർച്ച ചെയ്യണമെന്നാണ് എന്നെപ്പോലുള്ള ആളുകളുടെ വിനീതമായിരിക്കുന്ന അപേക്ഷ. ഇവിടെ നമ്മൾ ഉദാഹരണം ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ശേഷാദ്രിനാഥ നിയമനം വന്നു. അതെ, അത് അദ്ദേഹം ഏതെങ്കിലും സംഘടനയാക്കട്ടെ, RSSോ SDPIയോ എന്തും ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാനുള്ള ഇൻറ്റഗ്രിറ്റി ഉണ്ടോ? ആ ഇൻറ്റഗ്രിറ്റി ഇന്നിവിടെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിന് അപ്പോൾ RSSൻ്റെ പേരിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? അങ്ങനെ ഓരോരുത്തരും മാറ്റി നിർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. ഇല്ല. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന എണ്ണ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റിയല്ല. CPMകാർക്ക് മറ്റേ ചെകുവരയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം വേണ്ടേ? വേണം, അതിന് വേണ്ടി വരും. അത് തന്നെ വേണ്ടി വരും. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന എണ്ണ പറ്റില്ല. അങ്ങനത്തെ കാഴ്ചപ്പാട് മാറ്റിയിട്ട് എനിക്കും നിങ്ങൾക്കും സമൂഹത്തിന് സമാജത്തിന് എന്ത് ഉപകരിക്കുന്നു അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഈ സംഘടനകൾക്ക് ഉണ്ടാകണം. അതിന് കാരണം കേരളത്തിൽ തൽക്കാലം മനസ്സുണ്ടാവില്ല. അതിൻ്റെ കാരണം കേരളത്തിലെ ഇടതുപക്ഷ മനസ്സെല്ലാവർക്കും ഉണ്ട്. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാരനുണ്ട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, കേരളത്തിലെ ഒരു പരിധി BJPക്കാരുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞപ്പോൾ ശേഷാദ്രിനാഥിനെ മാത്രം നമ്മൾ എടുക്കുക. അദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷനായിട്ട് നിയമിച്ചു. അത് നിയമിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും കൂടി ചേർന്നിട്ടാണ് ആലോചിച്ചത്. അവർ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനപ്രകാരമായത്. അതിനെതിർത്താരാ? PM നിയാസ്. ആരാ നിയാസ്? നിയാസിന്റെ പാരമ്പര്യം എന്താണ്? നിയാസിനെ ഈ പറയത്തിൽ ശേഷാദ്രിനാഥനെ കുറിച്ച് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം, അത് അദ്ദേഹം സംഘപരിവാറാണ്. പഴയ കാലത്ത് SFI ആയിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അദ്ദേഹം SFI ആണ്. അതൊരു വസ്തുതയാണ്.
പക്ഷെ അതുകൊണ്ടെന്താ, ശേഷാദ്രിനാഥൻ ഇടയ്ക്ക് ലക്ഷദ്വീപിൽ അവിടെ ജഡ്ജിയായിട്ട് പ്രവർത്തിച്ചല്ലോ. അവിടെ ജഡ്ജിയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ നിലപാടുകൾക്കെതിരായിട്ട് ശക്തമായ രീതിയിൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ശേഷാദ്രിനാഥൻ. അതിനെക്കുറിച്ച് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ നിയാസ്? അല്ലല്ലോ. അത് മാത്രമായിരുന്നില്ലല്ലോ. ആകെ നമുക്ക് വേണേ അദ്ദേഹത്തെക്കുറിച്ച് വേണേ പറയാവുന്നത് അദ്ദേഹം മറ്റേ കണ്ണൂരിൽ നടക്കുന്ന കൊലപാതകത്തിന് വിധി പ്രസ്താവിച്ച അദ്ദേഹം എന്നാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരിക്കലും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പക്ഷപാതിയോ അല്ലെങ്കിൽ നിയാസ് സൂചിപ്പിക്കുന്ന പോലെ സംഘപരിവാറാണ് അതുകൊണ്ട് വേണ്ടെന്നാ. ഇയാളാരാ, പാകിസ്ഥാൻകാരനാണോ? ഈ PM നിയാസ് ആരാ, പാകിസ്ഥാൻകാരനാണോ? പാകിസ്ഥാൻകാർക്കാണല്ലോ എതിർപ്പുള്ളത്? അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ആള് ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? RSSന്റെ ആളല്ലേ. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? RSS അല്ലേ. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടാണ് പ്രധാനമന്ത്രിയെ കാണുക, രാഷ്ട്രപതിയെ കാണുന്നത്, ഉപരാഷ്ട്രപതിയെ കാണുന്നത്. ഇവരെയൊക്കെ കാണാനായിട്ട് മടിയില്ല. ഈ നാടിന്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട്, പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഇവരെല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയാം, കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് അറിയാം, കേരളത്തിന്റെ മന്ത്രിസഭയ്ക്ക് അറിയാം. അറിയാത്ത ഒരാളാരാണ്? PM നിയാസാണ്. എന്താ അറിയാതിരിക്കാൻ കാരണം? നിയാസ് ആരുടെ ആളാ? KC വേണുഗോപാലിന്റെ ആളാണ്. KC വേണുഗോപാലിന്റെ ലക്ഷ്യം എന്താ? VD സതീശനെ എത്രയും വേഗത്തിൽ താഴെ ഇറക്കുക എന്നുള്ളതാണ്. ഈ തരം നികൃഷ്ട പ്രവർത്തനം ഒരിക്കലും കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല. കേരളത്തെ നശിപ്പിക്കുന്ന കാര്യത്തില് PM നിയാസിന്റെ രാഷ്ട്രീയത്തിന്, അദ്ദേഹത്തിന്റെ നേതാവായിരിക്കുന്ന KC വേണുഗോപാലിന്റെ രാഷ്ട്രീയത്തിന് വലിയ പങ്കുണ്ടെന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഇത് മനസ്സിലാക്കാൻ പഴയ കോൺഗ്രസ്സുകാരല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നേതാവിൻ്റെ പ്രൗഢിയോ ഒന്നും കാണിച്ചൊന്നും അണികളും വഴങ്ങാൻ പോകുന്നില്ല. ഇവിടെ മെറിറ്റ്, നീതിബോധം, ഈ 2 ക്രൈറ്റീരിയൻ മാത്രമേ സെൻസിറ്റീവായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് നിയമിക്കുമ്പോൾ ഉണ്ടാകാവുള്ളൂ. അങ്ങനെ തന്നെ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.